ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് കാലത്ത് ആളുകൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ഇതാണ്. അതായത് അമ്പും വില്ലൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് ഫൈറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ മേത്തേക്ക് വരാതിരിക്കാൻ വേണ്ടി ഫൈറ്റ് ചെയ്യില്ലേ, അതിന്റെ ഒരു ട്രഡീഷണൽ. ഇപ്പം അതില്ല. ഇത് നമ്മുടെ മൃഗത്തിന്റെ തോല് കൊണ്ട് ഉണ്ടാക്കുന്നത് ഒറിജിനൽ ആടിന്റെ തോല് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഈ സാധനം. അപ്പൊ ഇത് ട്രഡീഷണൽ പ്രോഗ്രാമുകൾക്കാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. നമസ്കാരം, മലാവി ഡയറിയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ നമ്മൾ നിൽക്കുന്നത് കട്ടാബെ എന്ന് പറയുന്ന സ്ഥലത്താണ്. കട്ടാബെ എന്ന് പറയുന്നത് നമ്മുടെ മലാവി എന്ന് പറയുന്ന രാജ്യത്തിലെ ഒരു ഡിസ്ട്രിക്റ്റ് ആണ്. അപ്പോൾ നമ്മളിങ്ങനെ സ്റ്റേറ്റ് ആയിട്ട് നമ്മുടെ നാട്ടിൽ പറയുന്ന പോലെ ഒരു ഡിസ്ട്രിക്റ്റ് ആണ് കട്ടാബെ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എൻ്റെ ഈ പുറകിൽ കാണുന്നത് നമ്മുടെ ആഫ്രിക്കക്കാരുടെ കഴിവ് തെളിയിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ഇവിടെ. അതായത് മരത്തിൽ കൊത്തിയെടുത്തിട്ടുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇവിടെ. എല്ലാം ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഇന്ന് ഈ വീഡിയോ എടുത്തിട്ടുള്ളത്. അപ്പം നമുക്ക് ഒന്ന് പോയി കണ്ടാലോ, ഇവരുടെ കഴിവുകൾ എന്തൊക്കെയാണ്, എങ്ങനെയാണ് ഇവിടുത്തെ കലാകാരന്മാർ എന്തൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കണമെന്ന് കണ്ടാലോ. ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞുതരാം എന്തെല്ലാം സാധനം ഉണ്ടെന്ന്. നമ്മുടെ ചെറിയ സിന്ദൂര ചെപ്പ് മുതൽ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇടിക്കുന്ന കുഞ്ഞുരലുണ്ടാവുമല്ലോ, അതുവരെ ഇവിടെ ഉണ്ട്. പക്ഷെ അതൊന്നും സിമ്പിളായിട്ടല്ല ഇവർ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. എല്ലാം കൊത്തുപണി ചെയ്തിട്ടാണ്. എല്ലാത്തിലും നല്ല ഡിസൈൻ ഉണ്ട്. മൃഗങ്ങളെ വരച്ചിട്ടുണ്ട്, അതുപോലെ നമ്മുടെ ആഫ്രിക്ക കൊത്തി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ജിറാഫ് ഉണ്ട്, മാലകളുണ്ട്, പ്ലേറ്റ്സ് ഉണ്ട്, എന്താ പറയുക, എല്ലാം ഉണ്ട്. ഞാൻ കാണിച്ചു തരാം. ഓരോന്നായിട്ട് പറഞ്ഞ് ഒതുക്കാൻ പറ്റില്ല, എല്ലാം കാണിച്ചു തരാം എന്തെല്ലാം സാധനങ്ങളുണ്ട്. അപ്പൊ ഇത് കണ്ടോ, നമ്മുടെ ഇവര് കൊത്തി വെച്ചിട്ടുള്ളതാണ്. ഒരു മുഖമാണ്, ഒരു മനുഷ്യന്റെ മുഖമായിട്ട് കൊത്തി വെച്ചിട്ടുള്ളതാണ്. നല്ല അടിപൊളിയായിട്ടുള്ള ഇവിടെ ഒരുപാടുണ്ട് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ഇത് അതുപോലെ വേറൊരെണ്ണം സീൻ തന്നെ കണ്ടോ, നല്ല രസമല്ലേ. അടുത്തത് കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇത് അടുത്തത് വേറൊരെണ്ണം കൊത്തി വെച്ചിട്ടുള്ളതാണ്. ഇത് മനുഷ്യന്റെ മുഖമായിട്ട് കൊത്തി വെച്ചിട്ടുള്ളതാണ്. വേറെ രൂപത്തിലാണ് ഇത് കൊത്തി വെച്ചിട്ടുള്ളത്. ഇനി അടുത്ത് ഞാൻ കാണിച്ചു തരാം. വെറൈറ്റി ആയിട്ടുള്ള വേറെ കുറച്ച് സാധനങ്ങളുണ്ട്. ഇതാ ഇത് കണ്ടോ, ഇവിടുത്തെ മനുഷ്യന്മാരെ ഒരു രീതിയിൽ ഇവർ കൊത്തി വെച്ചിട്ടുള്ളതാണ്. തലയിൽ സാധനം ഏറ്റി പോകുന്ന ഒരു പ്രതിമയാണ് ഈ കൊത്തി വെച്ചിട്ടുള്ളത്. ഇതെന്തോ ചിന്തിച്ച് നിൽക്കുന്ന പോലത്തെ ഉള്ള ഒരു പ്രതിമയാണ്. അതുപോലെ ഇതും സാധനം ഏറ്റിക്കൊണ്ടിരിക്കുന്നതാണ്. ഇതൊക്കെ ഭയങ്കര റെയർ ആയിട്ടുള്ള ഒരു കാര്യങ്ങളാണ് ഇവിടെ കൊത്തി വെച്ചിട്ടുള്ളത്. ഇതെല്ലാം ഒറ്റ തടിയിൽ കൊത്തി വെച്ചിട്ടുള്ളതാണ്. നമ്മളിങ്ങനെ കാണുമ്പോൾ ഒരുപാടുണ്ട് തോന്നും. ഇത് ഒരൊറ്റ മരത്തിൽ കൊത്തി വെച്ചിട്ടുള്ള ഒരൊറ്റ മരത്തിന്റെ പീസിൽ ആനകളാണ്. ഇത് മൊത്തം ആനകളാണെന്ന് അല്ല, ഇത് കാണ്ടാമൃഗമാണ്. കണ്ടോ, കൊമ്പ് കണ്ടോ, കാണ്ടാമൃഗമാണ്. ആനയുണ്ട്. പിന്നെ ഇതെന്ന് പറയുന്നത് ഇത് ആനയാണ്, ആനക്കൂട്ടങ്ങളാണ്. ഒരൊറ്റ മരത്തിന്റെ കമ്പിൽ കൊതി. ഇത് ആനക്കാട് ഒന്നുകൂടി വലുപ്പമുള്ളതുണ്ട്. സീബ്ര അല്ല, ഇത് പുലിയുണ്ട്, സിംഹമുണ്ട്, കാണ്ടാമൃഗം എല്ലാം കൂടെ ഉള്ളതാണ്, മിശ്രമായിട്ടുള്ളതാണ്. ഇത് നമ്മുടെ മുതലക്കുട്ടന്മാരാണ്. കണ്ടോ, കുഞ്ഞു കുഞ്ഞു മുതലുണ്ട്. കണ്ടോ, ഇവിടെ വലിയൊരു മുതലുണ്ടോ, കണ്ട, വലിയ മുതലുണ്ട്. പിന്നെ ഈ കാണുന്നത് എന്താണെന്നറിയോ, ഇതെന്താണെന്നറിയോ, ഇത് മെഴുകുതിരി കുത്തിവെക്കണ സ്റ്റാൻഡാണ്. ഇവിടെ ഇങ്ങനെ മെഴുകുതിരി കുത്തിവെക്കാൻ പറ്റും. ഇവിടെയൊക്കെ കൊത്തുപണി ഉണ്ട് കേട്ടോ. എന്തൊരു സാധനമാണെങ്കിൽ ഇതിലൊക്കെ കൊത്തുപണി എടുത്ത് വെച്ചിട്ടാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ ഇത് മെഴുകുതിരി സ്റ്റാൻഡാണ്, ഒരുപാടുണ്ട്. അതുപോലെ ഇത് സീബ്ര അല്ല, ജിറാഫ്. പിന്നെ ഇത് കണ്ടോ, ഇത് ഒരൊറ്റ മരത്തടിയിൽ ഉണ്ടാക്കിയിട്ടുള്ള പാത്രമാണ്. ഈ പാത്രത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന്റെ ഈ സൈഡിലൊക്കെ കൊത്തുപണികളാണ്. ഇവിടെ ഏറും കൊത്തുപണി എന്ന് പറയുന്നത് മൃഗങ്ങള്, മരം, കാട്, അതായത് ഇവിടുത്തെ ആഫ്രിക്കൻ കാട്ടിലുള്ള മൃഗങ്ങളെയാണ് ഇവർ കൊത്തി വെച്ചിട്ടുള്ളത്. ഈ പാത്രത്തിന്റെ ഉള്ളിൽ എന്ന് പറയുന്നത് സിംഹത്തിനാണ് കൊത്തി വെച്ചിട്ടുള്ളത്. കണ്ടോ, നല്ല അടിപൊളി അടാറ് പാത്രമാണ്. ഇത് പല വലുപ്പത്തിലുണ്ട് കേട്ടോ. നമുക്ക് ഏത് വലുപ്പത്തിലുള്ളതും ചൂസ് ചെയ്യാം. അപ്പൊ ഞാൻ പറഞ്ഞു, തുടക്കത്തിൽ തന്നെ ഞാൻ പറഞ്ഞിരുന്നു, ഇവിടെ സിന്ദൂര ചെപ്പ് മുതൽ ഇവിടെ ഓരോ സാധനങ്ങൾ കുത്തി വെച്ചിട്ടുണ്ട്. ഇവിടെ ആൾക്കാർ സിന്ദൂരം ഇടാനും നല്ല ഉപയോഗിക്കുന്നത് വേറെ എന്തിനെങ്കിലും ആയിരിക്കും. പക്ഷെ നമുക്കൊക്കെ ഇത് സിന്ദൂരൊക്കെ ഇടാൻ നല്ലതാണ്. കണ്ട, അടപ്പുണ്ട്, സിന്ദൂരം ഇടാം. ഇതിന്റെ വലുതും ചെറുതും സൈസ് ഏത് തരത്തിലുള്ള വേണമെങ്കിലും ഉണ്ട് കേട്ടോ. പിന്നെ ഇതിൽ തന്നെ ഞാൻ പറഞ്ഞൊരു പ്രത്യേകത ഉള്ളത്, ഞാനിവിടെ വന്നപ്പോൾ ഞാൻ നോക്കി വെച്ചതാണ്. ഞാനിതൊന്ന് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇതാകുന്ന സിന്ദൂരച്ചെപ്പ്, ഇതിൽ കൊത്തുപണി ഉണ്ട് കേട്ടോ. കൊത്തുപണിയുള്ള സിന്ദൂരച്ചെപ്പാണ്.
നല്ലതാണ് അല്ലേ? അതുപോലെ ഇഞ്ചി, വെളുത്തുള്ളി അങ്ങനത്തെ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് കുത്തി എടുക്കണമെങ്കിൽ, ഇങ്ങനെ ചതച്ചെടുക്കണമെങ്കിലുള്ള കുഞ്ഞു ഉരൽ പോലത്തതില്ലേ, കണ്ടേ? ഇതിൻ്റെ സൈഡിൽ ഒരുപാട് കൊത്തുപണികളുണ്ട്. പിന്നെ ഇതിനെന്ത് പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല വെയിറ്റ് ഉണ്ട്. നല്ല മരത്തിലാണ് ഇവർ കൊത്തി ഉണ്ടാക്കിയിട്ടുള്ളത്. അങ്ങനെ പെട്ടെന്ന് പൊട്ടിപ്പോകില്ല. നല്ല വെയിറ്റ് ഉള്ള, നല്ല മരത്തിൽ ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഈ എല്ലാ സാധനങ്ങളും. നല്ല വെയിറ്റ് ഉള്ള സാധനമാണ്. വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് 6000 കോച്ചയാണ് നമ്മൾ പറഞ്ഞത്. അതെ, ഇതും ആ സിന്ദൂര ചെപ്പ് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം നമുക്കത് അത്യാവശ്യമായിട്ടുള്ള സാധനമാണ്. പിന്നെ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ടീപ്പോയി കണ്ടോ? ഇത് ടേബിളാണ്, കുഞ്ഞ് ടേബിൾ. നമുക്ക് ടീ ടേബിളായിട്ടൊക്കെ ഉപയോഗിക്കാം. സോഫേൻ്റെ അടുത്തൊക്കെ ഇങ്ങനെ 2-3 കാല് നാട്ടിയിട്ട് അതിന്റെ മുകളിൽ ഇതുപോലത്തെ ഒരു നമുക്ക് സിമ്പിൾ ആയിട്ട് എടുത്തുകൊണ്ടാകാം. വീട്ടിൽ എവിടെയും പോകുമ്പോൾ എടുത്തുകൊണ്ടുപോകാൻ ഇതിങ്ങനെ. അതെ, ഇങ്ങനെ സിമ്പിൾ ആയിട്ട് എടുത്ത് കൊണ്ടുപോകാനും പറ്റും. പുറത്തേക്കൊക്കെ പോകുമ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ കൊണ്ടുപോകാം, ഒരു ടേബിളായിട്ട് ഉപയോഗിക്കാനും. വണ്ടിയിലൊക്കെ കൊണ്ടുനടക്കാൻ നല്ല സുഖമാണ്. പിന്നെ ഇതും ഒരൊറ്റ മരത്തടിയിൽ കൊത്തി ഉണ്ടാക്കിയതാണ്. നടുവിൽ ആഫ്രിക്കൻ ഭൂഖണ്ഡം കൊത്തി വെച്ചിട്ടുണ്ട് നടുവില്. പിന്നെ ഇതൊക്കെ ഇവിടുത്തെ മൃഗങ്ങളാണ്. ഇതാക്കണ പുലി, സിംഹം, പിന്നെ കാണ്ടാമൃഗം, ആന, കണ്ടോ? ഒറ്റ മരത്തടിയിൽ കൊത്തിയതാണ്. ഇതിന്റെ ബാക്കിൽ എന്ന് പറയുന്നത്, ബാക്കിലും കൊത്തുപണിയുണ്ട്. ഇത് കണ്ടോ, ആന. ഇത് 2 സൈഡും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. 2 സൈഡിലും ഡിസൈൻ വരച്ചിട്ടുള്ളതുണ്ട്. ഇതിങ്ങനെ നടുവിൽ ഇങ്ങനെ വെക്കാം. കണ്ടോ? നമുക്ക് നമ്മുടെ ഗ്ലാസും ചായയും എന്ത് വേണേലും ഇതിൽ വെക്കാൻ പറ്റും. പിന്നെ അടുത്തതെന്ന് പറയുന്നത് ഇത് കണ്ടോ, ആഫ്രിക്കൻ ഭൂഖണ്ഡമാണ്. എല്ലാവർക്കും ഒരു സംശയമുണ്ട്. ഞാൻ ആർക്ക് സംശയം തീർത്തുതരാം. നമ്മൾ എല്ലാവരും ചോദിക്കും ആഫ്രിക്കയിൽ എവിടെയാ മലാവി എന്ന് പറയുന്ന ആൾക്കാരുടെ വിചാരം ഒരു സ്ഥലമാണെന്ന്. സ്ഥലമല്ല, ആഫ്രിക്ക എന്ന് പറയുന്ന ഭൂഖണ്ഡത്തിൽ മലാവി എന്ന് പറയുന്ന ഒരു രാജ്യമാണ്. ആ രാജ്യത്തിൽ ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് കട്ടാബെ എന്ന് പറയുന്ന ഡിസ്ട്രിക്റ്റില്, അതായത് ജില്ലയില് ഞങ്ങൾ നിൽക്കുന്നത് ചിന്തേച്ചി പറഞ്ഞ സ്ഥലത്താണ്. ഈ വീഡിയോ നമ്മൾ ഒരുപാട് മുന്നേ എടുത്ത വീഡിയോ ആയിരുന്നു കേട്ടോ. നമ്മൾ ഗോപ്രോയിൽ എടുത്ത വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെ നമുക്കത് മിസ്സായി പോയെന്ന്, എവിടെയാണ് ഈ വീഡിയോ കിടക്കുന്നത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് ഈ വീഡിയോ നമുക്ക് കിട്ടിയത്. അപ്പോൾ ഞാനത് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് ഈ സ്ഥലപ്പേര് പറയുമ്പോൾ നമ്മൾ കട്ടാബേലാണെന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ കട്ടാബേലല്ല, നമ്മളിപ്പോൾ ലിലോങ് വേ എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ ഉള്ളത്. അപ്പം ഇതൊക്കെ ഇവിടുത്തെ കൊത്തുപണികളാണ്. നിങ്ങളിതെല്ലാം കണ്ട് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിച്ചു. അതുപോലെ തന്നെ വേറൊരെണ്ണം കാണിക്കാനുള്ളത് ഇതാണ്. ഇതൊരു പാത്രമാണ്. ഒറ്റ തടിയിൽ തന്നെ ഇത് കൊത്തിണ്ടാക്കിയിട്ടുള്ളത്. ഒറ്റ തടി കഷ്ണത്തിൽ കൊത്തിണ്ടാക്കിയിട്ടുള്ള പാത്രമാണ്. പ്ലെയിൻ ആയിട്ടുള്ള പാത്രമാണ്. നമുക്കിതിൽ ഫ്രൂട്ട്സ് ഒക്കെ വെച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും വെച്ചിട്ട് നമുക്ക് നമ്മുടെ ഡൈനിങ് ടേബിളിന്റെ മുകളിൽ ഇത് വെക്കാൻ പറ്റും. അപ്പൊ ഇത് ഞങ്ങൾ എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതും ഇഞ്ചിയൊക്കെ കുത്തുന്ന ആ ചെറിയ സാധനവും പിന്നെ ഒരു സിന്ദൂര ചെപ്പ്. 12,000 അതെ, 12,000. എല്ലാവരും ചോദിക്കും 12,000 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാട്ടിലൊരു 1000 സംതിങ് അല്ലേ, അത്രയും ഉണ്ടാവും. പിന്നെ ഇതൊക്കെ കണ്ടില്ലേ, ഇതൊക്കെ ഇങ്ങനെ നടക്കുന്ന ആളുകൾക്ക് കുത്തി പിടിക്കുന്നതാണ്. ഇതിലും ഡിസൈൻസ് ഉണ്ട്. കുഴയുള്ള ടൈപ്പ് ഉണ്ട്. കുഴയുള്ള ടൈപ്പ് ഉണ്ട് ഇങ്ങനെ പിടിക്കാൻ പറ്റുന്നത്. പിന്നെ ഒരുപാട് ചിത്രങ്ങൾ വരച്ചു വെച്ചിട്ടുണ്ടല്ലേ ആഫ്രിക്കയുടെ. അടിപൊളിയായിട്ട് ആഫ്രിക്കനെ വരച്ചു വെച്ചിട്ടുണ്ട്. ഇവിടുത്തെ ചിത്രകലയൊക്കെ നല്ല അടിപൊളിയാണ്. പിന്നെ ഇത് കണ്ടോ, മാലയാണിത്. ആനേനെയും ഓരോന്ന് ഇത് കണ്ടോ, ഇതൊക്കെ ഓരോ ചരടിൽ ഇങ്ങനെ ഇവര് കുഞ്ഞ് ഇതില് കുത്തി ഉണ്ടാക്കിയതാണ് ചെയിൻ. പിന്നെ ഇതെന്താണ്, ഇത് സ്പെഷ്യൽ സാധനമാണ്. ഇത് എന്താണെന്ന് വെച്ചാൽ ഇത് ഒരുപാട് കൊത്തുപണി ഉണ്ടല്ലേ. ഇങ്ങനെ കാണുമ്പോൾ കൊത്തുപണിയൊക്കെ ചെയ്തിട്ടുള്ള ചെറിയൊരു ബോക്സ് പോലെ തോന്നും, പക്ഷെ അതല്ല. ഇതിങ്ങനെ തുറക്കുക, അതിൻ്റെ മുകളിലുണ്ട് കേട്ടോ കൊത്തുപണിയൊക്കെ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിലുള്ള എന്താണെന്ന് വെച്ചാൽ കണ്ടോ, ഇങ്ങനത്തെ ഓരോരോ പീസുകളുണ്ട്. ഇതെന്ന് പറയുന്നത് നമ്മുടെ ചായയൊക്കെ വെക്കൂലേ, ചായയൊക്കെ വെക്കുമ്പോൾ ചായ ഗ്ലാസിൻ്റെ അടിയിൽ വെക്കുന്നതാണ്. കപ്പ് സോസർ പോലെ, നമ്മൾ കപ്പ് സോസർ എന്ന് പറയുന്ന പോലെ ഗ്ലാസിൻ്റെ അടിയിലൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് മരത്തിൽ കൊത്തിണ്ടാക്കിയിട്ടുള്ളതാണ്. കാണുന്നുണ്ടാവില്ലേ എല്ലാവർക്കും. ഇങ്ങനെ ഒരു സെറ്റ്, ഇതിനകത്ത് കുറേ സെറ്റുകളുണ്ട്. അപ്പോൾ നമുക്ക് എത്ര ഗ്ലാസ് നമ്മുടെ ടേബിളിൽ വെക്കുന്ന സമയത്ത് നമുക്ക് എടുത്ത് വെക്കാം. അതിൽ ചായപാത്രം, ചായ ഗ്ലാസ് വെക്കാം. ചൂടായിരിക്കും, ടേബിളിലൊക്കെ ചൂടായിരിക്കും. ഓരോന്നിലും ഓരോന്നാണ്. ഇതിലിപ്പോൾ ഇങ്ങനെ സിംഹാണെന്നുണ്ടെങ്കിൽ ഇത് ആഫ്രിക്ക എന്നാണ് ഇതിൽ കൊത്തി വെച്ചിട്ടുള്ളത്. പല പല ഡിസൈനിൽ അവർ ചെയ്തിട്ടുണ്ട്. 1 2 3 6 ഉണ്ട്. നമുക്ക് ടേബിളിൽ തന്നെ വെക്കാൻ ചെയ്ത് അടച്ച് അവസാനം നമുക്ക് ആവശ്യം കഴിയുമ്പോൾ എടുത്ത് നേരെ ഈ ഇതിനുള്ളിലേക്ക് വെക്കുകയും ചെയ്യാം. ഇതിനുള്ളിൽ വെച്ച് ടേബിൾ വെക്കാം. ടേബിൾ വെക്കുമ്പോൾ കാണാൻ ഒരു ഭംഗിയുണ്ട്. കാണാൻ നല്ല ഭംഗിയുണ്ട്.
നമുക്ക് നാട്ടിൽ പോകുമ്പോൾ ഇതൊക്കെ മേടിച്ചോണ്ട് പോകണല്ലേ. അതെ, ഞങ്ങളിവിടെ കുറെ സാധനം നോക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കൊത്തുപണിയുണ്ട്, ആനയൊക്കെ ഉണ്ടോ, ആനയൊക്കെ അടിപൊളിയായിട്ട് കൊത്തുപണി ചെയ്യുന്നത് കേട്ടോ. സുന്ദരി ആന, ആനകളെ കൊത്തുപണി ചെയ്യുന്നുണ്ടോ. നന്നായി പോളിഷൊക്കെ ചെയ്ത് അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ട്. നമ്മളിതൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാരെയൊക്കെ പരിചയപ്പെടുത്തരാം കേട്ടോ. പിന്നെ വേറൊന്നുള്ളത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്ലാസ് ആണ്, മരത്തിന്റെ ഗ്ലാസ് കണ്ടോ. ഇതൊക്കെ ഒറ്റ തടിയാട്ടോ, ഒറ്റ തടിയിൽ കൊത്തിയെടുത്തേക്കുന്ന അടിപൊളി ഗ്ലാസ്സുകൾ കണ്ടോ. എന്തായാലും നല്ല വർക്കാണ്, നല്ല ഹാൻഡ് വർക്കാണ് ഇവർ ചെയ്തേക്കുന്നത്. ഒക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട്. ഒരുപാട് സാധനങ്ങളുണ്ട് ഇവിടെ കാണിച്ചു തരാൻ. പിന്നെ ഫ്രെയിമുകളാണ്, ഇതൊക്കെ ചുമരിൽ വെക്കാൻ പറ്റിയ അടിപൊളി ഫ്രെയിമുകളാണ്. ഇതൊക്കെ നമ്മുടെ ഈ വൈറ്റ് ചുമരുണ്ടല്ലോ, നമ്മള് വെള്ള ചുമരില് ഇങ്ങനത്തെ ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഫ്രെയിം ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ. ഇപ്പൊ ഇവിടെ ഒരു വൈറ്റ് ലുക്ക് മനസ്സിലാണെങ്കിൽ ഇങ്ങനെയായിരിക്കും നമ്മുടെ ചുമരിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ. ഇതൊക്കെ ആഫ്രിക്കയിലെ ഗ്രാമത്തിനെയാണ് കാണിക്കുന്നത്. ഇവിടുത്തെ സ്ത്രീകൾ വെള്ളം വേറ്റി പോകുന്നു, അങ്ങനെ തലയിൽ സാധനങ്ങളൊക്കെ വെച്ച് പോകുന്നൊരു കാഴ്ച. ഇത് കണ്ടില്ലേ, ചിത്രങ്ങൾ വരച്ചിരിക്കുന്നതാണോ. ഓരോ ഗ്രാമങ്ങളെ ഇവർ അതിമനോഹരമായിട്ട് ഒപ്പിയെടുത്ത് വെച്ചിട്ടുണ്ടെന്നല്ലേ. കാണുമ്പോൾ നമുക്ക് ശരിക്കും ഒരു ഗ്രാമം കാണുന്നൊരു ഫീലാണ്. ആനേനെ കണ്ടു വരച്ചിരിക്കുന്നത്, ആനയൊക്കെ അടിപൊളിയായിട്ട് വരച്ചു വെച്ചിരിക്കുന്നു. കണ്ടോ ആനയൊക്കെ നിൽക്കുന്നത്. മലാവിയിലെ ആളുകളുടെ ഒരു കഴിവാണ് ചിത്രങ്ങൾ. നമ്മുടെ നാട്ടിലേക്ക് പോകുന്ന സമയത്ത് ആളുകൾ ഒരുപാട് വാങ്ങിക്കൊണ്ട് വരാറുണ്ട്. നാട്ടിലേക്കൊക്കെ പോകുമ്പോൾ വാങ്ങാറുണ്ടല്ലോ. കുഞ്ഞു കുഞ്ഞു ആനകളുണ്ടോ, വരി വരിയായിട്ട് ആനകൾ നിൽക്കുന്നത്. ഒക്കെ ഇങ്ങനെ ഷോപ്പുകളാണ്. ഇവിടെ ഒരു പ്രധാന ഉപജീവന മാർഗ്ഗമാണ് ഇതൊക്കെ. പാത്രങ്ങളാണ്. ഇത് കണ്ടോ, ഇതുണ്ടോ സ്റ്റോപ്പറാണ്. എല്ലാം ഒരു മുതലേൻ്റെ പോലെ സംഭവം. ഇത് നമ്മുടെ ഡോറിന് അടിയിൽ വെക്കാൻ പറ്റിയ ഒരു സ്റ്റോപ്പറാണ്. വാതിൽ അടഞ്ഞു പോകാതിരിക്കാനൊക്കെ നമുക്ക് വെക്കാൻ പറ്റുന്ന സ്റ്റോപ്പറാണ്. പിന്നെ ഇത് കണ്ടോ, കുഞ്ഞു തോണികളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് മലാവിന്ന് എഴുതിയിട്ടുണ്ട്. ഇതിലൊക്കെ നേരം നമുക്ക് ഉപ്പൊക്കെ ഇട്ട് വെക്കാം. അപ്പോൾ ടേബിളിൽ ഉപ്പൊക്കെ ഇട്ട് വെക്കാം. ചെറിയ സ്പൂണുണ്ട് അതിൻ്റെ കൂടെ, നമുക്ക് ഉപ്പിട്ട് വെക്കാം. ചെറിയ ചെറിയ ഉപ്പ്, മുളക്, കുരുമുളക് ഒക്കെ നമുക്ക് വെക്കാൻ പറ്റും. പിന്നെ പാത്രങ്ങള് ഉണ്ടോ, ഇതൊക്കെ നമ്മുടെ ടേബിളിൽ നമുക്ക് അടിപൊളിയായിട്ട് വെക്കാൻ പറ്റുന്ന മീനിന്റെ ഒക്കെ ആകൃതിയിലുള്ള ചെറിയ പാത്രങ്ങള്. ഫോർക്കൊക്കെ നോക്കിയത് ഫോർക്കനുള്ളത്. അതെ അതെ, ജിറാഫിന്റെ പോലെ ഫോർക്ക്, വ്യത്യസ്തമായ കുറെ കാര്യങ്ങളുണ്ട്. ഫ്രെയിമുകൾ കണ്ടോ, നമ്മുടെ ഫോട്ടോ ഫ്രെയിമുകളാണ് മലാവിയുടെ പേരില്. പിന്നെ ജിറാഫ്, വലിയ പാത്രം കണ്ടോ, ഒരൊറ്റ പാത്രത്തില് ഡിസൈനുള്ള പാത്രങ്ങളാണ് ഇതെല്ലാം. പാത്രവും ചെറിയ മരം കൊണ്ടുണ്ടാക്കിയ സ്പൂണുകള്. പിന്നെ ഇത് കണ്ടോ, കൈയിന്റെ ആകൃതിയില് എന്തെങ്കിലും നമ്മൾ ടേബിളിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും അതിലിട്ട് വെക്കാം. സ്പൂണ് ഇങ്ങനത്തെ വെച്ചാൽ ഈ ഹോളിലൂടെ സ്പൂൺ ഇട്ട് വെക്കാം നമുക്ക്. മീനിന്റെ ആകൃതിയിൽ കൊത്തി ഉണ്ടാക്കിയൊക്കെയാണ്. പക്ഷെ ഇത് ഇങ്ങനെ കാണാൻ വേണ്ടി വെക്കുന്നതല്ല, ഇത് ശരിക്കും ഒരു പാത്രമാണ്. ഇങ്ങനെ തിരിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു പാത്രമാണ്. പക്ഷെ തിരിച്ചു കഴിഞ്ഞാൽ ഇതൊരു മീനായി. കണ്ടോ, മീൻ. അപ്പോൾ ചെറിയ ചെറിയ ചെയറുകൾ, കുട്ടികൾക്ക് ഇരിക്കാൻ പറ്റിയ കുഞ്ഞു ചെയർ. കണ്ടോ, ഇതൊരു ചെയറാണ്. എല്ലാത്തിനും കൊത്തുപണികളുണ്ട് കേട്ടോ. ഒരു ആനേനെയാണ് കൊത്തുപണി. കൊമ്പ്. നിങ്ങൾ ഈ നിൽക്കുന്ന ഷോപ്പിന്റെ ഈ സൈഡ് മൊത്തം സെയിം ഷോപ്പുകളാണ്, സെയിം ഐറ്റംസ് ഉള്ള സെയിം ഷോപ്പുകളാണ്. ഇതാണ് നമ്മൾ കാണിച്ച ഷോപ്പ്. ഇത് അതിന്റെ തൊട്ടിപ്പുറത്തുള്ള ഷോപ്പാണ്. ഈ ഷോപ്പിൽ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. എല്ലാ കടകളിലും ഉണ്ട്. കമ്മല്, മാല കണ്ടോ, ഇതൊക്കെ കമ്മലുകളാണ്. ഇത് നൂല് കൊണ്ടൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഓരോ കമ്മലുകളാണ്. ഹാൻഡ് വർക്കാണ് എല്ലാം. ഇത് കണ്ടോ, കണ്ടോ കുഞ്ഞു കുഞ്ഞ്. ഇതൊക്കെ നല്ല രസമുണ്ടല്ലേ, കുഞ്ഞു മരം കൊണ്ട്, മരക്കഷ്ണങ്ങൾ കൊണ്ട് വരച്ചേക്കുന്ന ചിത്രങ്ങള് എല്ലാം മരക്കഷ്ണങ്ങൾ. അതേപോലെ ചെറിയ ഫോട്ടോസ് കണ്ടോ. എനിക്ക് ഈ ഫോട്ടോസ് ഒക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്താണെന്ന് അറിയില്ല, ഇത് നല്ല ഭംഗിയുണ്ട് അല്ലേ. അങ്ങനത്തെ ഒരുപാട് കലാവിരുദ്ധങ്ങളുണ്ട്. ഇത് കണ്ടോ ഒരു പ്രത്യേകത, മറ്റേ കമ്പി വളച്ചിട്ട് ഓരോന്നിന്റെ ആകൃതി ഉണ്ടാക്കിയെടുത്തേക്കുന്നത്. ഇത് മറ്റേ കടയിൽ ഇല്ലാത്തതാണ് കേട്ടോ. അതെ, കമ്പി വളച്ചിട്ട് ഉണ്ടാക്കിയെടുത്താണ്. ഇത് എന്താ നമ്മുടെ ഓന്തിൻ്റെ ഒക്കെ പോലെ എന്തൊക്കെയോ ജീവികളെ ഉണ്ടാക്കിയതാണ്. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഒരുപാട് വർക്കുകളുണ്ട് കേട്ടോ. നമ്മുടെ ആഫ്രിക്കയിലെ മനുഷ്യരുടെ രൂപങ്ങൾ ഇങ്ങനെ കൊത്തി വെച്ചിരിക്കുകയാണ്. പ്രായമായ അച്ഛന്മാർ, അമ്മൂമ്മമാർ, ചേച്ചിമാർ ഒക്കെ ആയിട്ടുള്ള
ഒരുപാട് കാഴ്ചകളുണ്ട്. പിന്നെ അത് കണ്ടോ, ചെറിയ പാത്രങ്ങൾ കണ്ടോ, നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇട്ട് വെക്കാൻ പറ്റുന്ന ചെറിയ നല്ല പോളിഷ് ചെയ്തിട്ടുള്ള അടിപൊളി മരത്തിൻ്റെ പാത്രങ്ങൾ. ഇത് കണ്ടോ, സ്പൂണ് കണ്ടോ, ചെറിയ സ്പൂണുകൾ. ഇതൊക്കെ അടിപൊളിയല്ല. ഈ സ്പൂണൊക്കെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ വാങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ഗ്രാമത്തിലെ ആൾക്കാർക്ക് കൊടുക്കായിരുന്നു. ഇത് ഗ്രാമത്തിൽ നിന്ന് കുറച്ച് വിട്ടിട്ടാണ് കേട്ടോ ഈ സംഭവങ്ങളൊക്കെ ഉള്ളത്. ഒരുപാടുണ്ട് കാണാൻ കേട്ടോ. പായ്ക്കപ്പലുകൾ, ഇതൊക്കെ കണ്ടോ, കപ്പൽ, പായ്ക്കപ്പൽ. ഇവിടെ കപ്പലൊക്കെ ഉണ്ടല്ലേ, പായ്ക്കപ്പല്. മീനാണല്ലേ ഇത്, വലയില് മീനെ പിടിച്ച് ഉണക്കാനിട്ടേക്കുക. ഇവിടെ ഒരുപാട് വെറൈറ്റി ഉണ്ട് കേട്ടോ, കാണാൻ ഭംഗിയുള്ള. നമ്മൾ നേരത്തെ കളിച്ച ഫ്രെയിമൊക്കെ ഉണ്ടോ, പിന്നെ ചെറിയ ടേബിള്, ബോക്സിൽ കണ്ടോ കുത്തി വെച്ചേക്കുന്നത്, ചെറിയ ബോക്സുകളുണ്ട്, അതിലൊക്കെ കൊത്തി വെച്ചിട്ടുണ്ട്. ഇതാണ്ടോ ഇവരൊക്കെ ഒരു വട്ടമേശ സമ്മേളനം കൂടുന്ന പോലെ ഇരിക്കുവാണ്. ഓരോ മൃഗങ്ങൾ ഇരിക്കണോ, എല്ലാവരും ചായ കുടിച്ചിരിക്കുന്നൊരു ഓരോരോ കാഴ്ചപ്പാടുകളും ഇവരുടെ ഒരു മനസ്സിൽ വരുന്ന കാഴ്ചകളൊക്കെയാണ് കേട്ടോ. മൃഗങ്ങള് കൂട്ടം കൂടി വർത്താനം പറഞ്ഞിരിക്കുന്നു, അവരെ കപ്പും സോസറും ചായയൊക്കെ ആയിട്ടിരിക്കുന്ന സംഭവങ്ങള്. ഇത് വലിയ ടേബിളാണുള്ളത്, വലിയ കൊത്തുപണികൾ കൊണ്ട് മാത്രം ഉണ്ടാക്കിയ വലിയൊരു ടേബിള്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് കാലത്ത് ആളുകൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ഇതാണ്. അതായത് അമ്പും വില്ലൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് ഫൈറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ മേത്തേക്ക് വരാതിരിക്കാൻ വേണ്ടി ഫൈറ്റ് ചെയ്യില്ലേ, അതിൻ്റെ ഒരു ട്രഡീഷണൽ. ഇപ്പം അതില്ല. ഇത് നമ്മുടെ മൃഗത്തിൻ്റെ തോല് കൊണ്ട് ഉണ്ടാക്കുന്നത് ഒറിജിനൽ ആടിൻ്റെ തോല് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഈ സാധനം. അപ്പോൾ ഇത് ട്രഡീഷണൽ പ്രോഗ്രാമുകൾക്കാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. വിച്ച് ട്രൈബ് യൂസിങ് ദിസ്? ഇങ്കോണിയ എന്ന് പറഞ്ഞ ട്രൈബാണ് ഈ സാധനം യൂസ് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ ട്രഡീഷണൽ പ്രോഗ്രാമുകൾക്കൊക്കെ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് കേട്ടോ ഇത്. ഇങ്ങനത്തെ ഒരുപാട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ബാഗുകളുണ്ട്, ഇങ്ങനെ ഒരുപാട് സാധനങ്ങൾ കാണാം. ചെറിയ തുണി കൊണ്ടുണ്ടാക്കിയ ബാഗുകൾ കണ്ടോ, തുണി ഉണ്ടാക്കിയ ബാഗ്. ഇതൊക്കെ കണ്ടോ അടിപൊളിയായിട്ട് ഇതൊക്കെ മരം കൊണ്ടുണ്ടാക്കിയ ലൗച്ചനം കണ്ടോ, മരം കൊണ്ടുണ്ടാക്കിയ നമുക്ക് എന്തെങ്കിലുമൊക്കെ ടേബിളിൽ ഇട്ട് വെക്കാൻ പറ്റുന്ന ഒരു സംഭവമാണിത്. അപ്പോൾ നല്ല നൈസായി ചെയ്തിട്ടുണ്ട്. ബുക്ക് വെക്കാൻ, ബുക്ക് ഇവിടെ ഓക്കെ. ഈ ഒരു സാധനം കണ്ടോ, എനിക്കെന്താ മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. ഇത് നമ്മുടെ ബുക്ക് സ്റ്റാൻഡാണ്. ആന ഇങ്ങനെ, അപ്പോൾ ഇത് ടേബിൾ ഇങ്ങനെ വെക്കുക, ഇതിൻ്റെ ഇടയിൽ ബുക്കുകൾ എടുത്ത് വെക്കാം നമുക്ക്. അങ്ങനെ ബുക്ക് സ്റ്റാൻഡ്. എന്തൊക്കെ ഐഡിയാസാണ് ഇവർക്കുള്ളത്. ഈ സാധനമൊക്കെ നമുക്ക് നാട്ടിൽ പോകുമ്പോൾ ഓരോന്ന് മേടിച്ചുകൊണ്ട് പോകണം. വളരെ ഉപകാരപ്രദമായിട്ട് ഒരുപാട് സാധനങ്ങൾ. ഇതുണ്ടോ, ഇതൊരു ആനയാണ്. ഇത് കണ്ടോ, ഇതൊരു ആനയാണ് കണ്ടോ. ഈ ആനനെ ഇങ്ങനെ വിരർത്തി കഴിഞ്ഞാൽ ഈ ക്യാപ്പിലും ബുക്ക് വെക്കാം. ബുക്ക് മറിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി നമുക്ക് ലൈബ്രറിയിലൊക്കെ ബുക്ക് വെക്കുന്ന, നമ്മുടെ ടേബിളിൽ ബുക്ക് വെക്കാൻ വേണ്ടി പറ്റുന്ന ഒരു അടിപൊളി. അങ്ങനെ ഒരുപാട് ഐഡിയാപരമായി ചെയ്യുന്ന നല്ല കലാകാരന്മാരുള്ളൊരു നാട് കൂടിയാണ് മലാവി ശരിക്കും പറഞ്ഞത്. ഇതൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് മസാലകളും പൗഡറൊക്കെ ഇട്ട് വെക്കാൻ പറ്റും. അങ്ങനത്തെ വളരെ ഉപകാരപ്പെട്ടൊരു സാധനമാണ്. പല ഡിസൈനുകളുള്ള സാധനങ്ങളുണ്ട് ഇവിടെ. നല്ല പാത്രങ്ങൾ കണ്ടോ. വാട്ട് പർപ്പസ്? ഇത് കണ്ടോ, ആഷ്ട്രേ ആണ്. സ്മോക്ക് ചെയ്യുന്ന ആളുകൾ ഉപയോഗിക്കുന്ന ആഷ്ട്രേ ആണ്. അങ്ങനെ വളരെ എല്ലാത്തിൻ്റെ സൈഡില് കൊത്തുപണികളുണ്ട്. നല്ല രീതിയിൽ കൊത്തുപണികൾ ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഈ ഒരു ഗ്യാപ്പ് കൊടുത്ത എന്താ പറയുക, സിഗരറ്റ് വലിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആൾക്കാർക്ക് സിഗരറ്റ് വെക്കാൻ വേണ്ടിയുള്ള ഒരു ഗ്യാപ്പ്. വളരെ വ്യത്യസ്തമായിട്ടുള്ള കുറേ ഐറ്റംസുകളുണ്ട് ഇവിടെ. Candle, candle. Candle holder. Oh, candle holder. Yes, you put the candles for the candle. This is peach candle holder. Maybe just a small thing. Maybe I can buy it. അപ്പൊ ഈ കണ്ട സാധനങ്ങളെല്ലാം കൊത്തുപണി ചെയ്ത് ഇത്രയും മനോഹരമാക്കി ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് ഈ ചേട്ടന്മാരാണ്. അപ്പൊ ചേട്ടന്മാര് ഇവരെ ഇൻട്രൊഡ്യൂസ് ചെയ്തു തരും, ഇവരെ പേര് ഒക്കെ ഇവർ ഇൻട്രൊഡ്യൂസ് ചെയ്തു തരും. Yeah, my name is Brian from Malawi in Kata Bay. Yeah, we convince you to come here and to support us. This is our work, only job what we have. So we need your support to come here in Malawi, especially here in Kata Bay, 10 off. You will find us, you will buy everything in good price. Sure. What is your name? Yeah, my name is Iani.
Yeah, you're making some carving, everything you do make. You're making some balls, elephants, every what. ഡ്രോയിങ് ഓൾസോ And the കണ്ടോ? pictures, ഈ everything. പിക്ചർ എല്ലാം ഇവര് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ Yeah. And we need more water. ഓക്കെ ഷുവർ. Sure. അപ്പൊ നമുക്ക് നാട്ടിലൊക്കെ പോകാനാകുമ്പോ ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യാനൊക്കെ പറ്റും. എന്തായാലും നല്ല നല്ല സാധനങ്ങളുണ്ട്. നമ്മളെ വീട്ടിൽ ഡെക്കറേഷൻ വെക്കാനുള്ളതുണ്ട്, നമ്മുടെ വാളിൽ വെക്കാം, അതുപോലെ എന്താ പറയാ എല്ലാത്തിനും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് ഐറ്റംസ് ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഇവിടുത്തെ ആഫ്രിക്കക്കാരുടെ കഴിവുകളാണ് കേട്ടോ. ലോകം അറിയാതെ പോകുന്ന ആൾക്കാരാണ് ഇവരെല്ലാവരും. ഒരുപാട് കഴിവുകളുള്ള മനുഷ്യന്മാരാണ്. കൊത്തുപണിയായിട്ട് അല്ലെങ്കിൽ ചിത്രം വരച്ചിട്ടായിട്ട് എല്ലാം കൊണ്ടും ഇവർക്ക് ഒരുപാട് കഴിവുകളുണ്ട്. അപ്പോൾ എല്ലാവരുടെ മുന്നിലും ഇവരുടെ ഈ കഴിവുകളും ഇതുപോലത്തെ കാര്യങ്ങളും ഒക്കെ എത്തിച്ചേരാൻ ഞങ്ങൾക്ക് കഴിഞ്ഞതിൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ നമ്മുടെ ചാനലും നമ്മുടെ വീഡിയോസൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നമ്മുടെ കമൻറ്റിൽ രേഖപ്പെടുത്തുക. അതുപോലെ നിങ്ങൾക്ക് എന്തൊക്കെയൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ മലാവിയിൽ ഇവരുടെ അടുത്ത് നിന്ന് നിങ്ങൾക്ക് കാണാൻ ആഗ്രഹം, ഇവരുടെ കുക്കിങ്ങോ അല്ലെങ്കിൽ ഇവരുടെ ജീവിത രീതികൾ അല്ലെങ്കിൽ ഇവിടുത്തെ സ്ഥലങ്ങൾ എന്തൊക്കെയൊക്കെയാണ് നിങ്ങൾക്ക് കാണാൻ ആഗ്രഹം എന്ന് വെച്ചാൽ അതൊക്കെ നമ്മുടെ കമൻറ്റിൽ രേഖപ്പെടുത്തണം. നമ്മളെല്ലാവർക്കും കമൻറ്റ് റിപ്ലൈ കൊടുക്കാറുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ വീഡിയോസൊക്കെ എടുക്കുന്നതാണ്. നിങ്ങൾ കൂടെ നമ്മുടെ കട്ടയ്ക്ക് സപ്പോർട്ട് വേണം, എങ്കിൽ മാത്രമേ നമുക്ക് മുന്നിലേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളുമായിട്ട് ഞാനും അരുണേട്ടനും നമ്മുടെ മലാവി ഡയറിയും കൂടെ ആഫ്രിക്കൻ കാഴ്ചകളും ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ ബൈ.